ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബോക്സ് ടു ബോക്സ് ഫുട്ബോൾ. ഗ്രൂപ്പ് സി എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അതെ സാമ്പാത്താളം ബ്രസീൽ. ലാലേട്ടൻ്റെ പാട്ട് ഓർമ്മയുണ്ടോ? അതിലെ സാമ്പാത്താളം ഉള്ള ബ്രസീലിനെ പറ്റി തന്നെയാണ്. ബീങ് എ ബ്രസീൽ ഫാൻ ഞാൻ പറയുകയാണ്, ഇത്തവണത്തെ എൻ്റെ ഹോപ്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ ബ്രസീലിനെ പറ്റി പറയുമ്പോൾ ചിലപ്പം ടൈം കൂടി പോകും. പക്ഷേ ബ്രസീൽ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് നേഷൻ, അത് പറയാതെ പോകാനും പറ്റില്ല. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈസ് ഓഫ് കോഴ്സ് ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ ബ്രസീലിൻ്റെ ധോണി, CSK ധോണിയിൽ എന്താണോ അത് തന്നെയാണ് നെയ്മറും. എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ, ഈ വേൾഡ് കപ്പിൽ ധോണിയെപ്പോൾ CSKക്ക് എന്താണോ ധോണി ഈ സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, ആ ഒരു വൈബ്സ് ആൻഡ് ഓറ ആൻഡ് എന്താ പറയുക, അത് തന്നെയായിരിക്കും ഫാൻസിനുള്ളൊരു സന്തോഷം ഒക്കെ കൊണ്ടായിരിക്കും നെയ്മറിനെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സാൻഡോസ് വന്നതിന് ശേഷം നെയ്മറിന് ഭയങ്കര രീതിയിലെങ്കിലും ഹീസ് അറ്റ്ലീസ്റ്റ് സീയിങ് മിനിറ്റ്സ്. അല്ലാതെ തന്നെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുറവ് മിനിറ്റ്സാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറിനെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും കുറവ് മിനിറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു നമ്പറിലേക്കാണ് പുള്ളി ചുരുങ്ങിയിരിക്കുന്നത്. എൻ്റെ ഡിജിറ്റ്സ് ഒന്നും ഞാൻ മറന്നുപോയി. പക്ഷേ അതെടുത്ത് വെച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കൊല്ലത്തിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ കളിച്ചിരിക്കുന്ന മിനിറ്റ്സാണിത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഞെട്ടലുണ്ടാവും. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് ഗൈ സ്കിൽ. അബ്സല്യൂട്ട്ലി വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കിൽഡ് ടാലൻറ്റഡ് പ്ലെയർ തന്നെയാണ്. ടാലൻറ്റഡ് എന്നല്ല, സ്കിൽഫുൾ പ്ലെയർ. അതായത് പുള്ളി ഓൺ ഹിസ് ഡേ ഹീൽ ഡു. അതായത് ഇഞ്ചേർഡ് അല്ലാത്ത നെയ്മർ നിങ്ങൾക്കുണ്ടോ, ഐ എം വെരി മച്ച് ഹാപ്പി. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ലാസ്റ്റ് വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കെതിരെ അടിച്ച ഗോളൊക്കെ. വാട്ട് നെയ്മർ ക്യാൻ ഡു എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തന്നൊരു ഇതാണ്. ഇപ്പം നെയ്മർ ഫിറ്റായിരുന്നെങ്കിൽ, നെയ്മർ എന്ന് പറയുന്നൊരു പേര് സ്ക്വാഡിൽ വന്നത് എനിക്കും എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് നെയ്മർ എന്ന് പറയുന്നൊരു ആളെ ഡിപ്പെൻഡ് ചെയ്ത് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് ഈസ് വെരി ഇഞ്ചുറി പ്രോൺ. നമ്മൾ ഫസ്റ്റ് കളി തന്നെ, അത് ഇമ്പോർട്ടൻറ്റ് മാച്ച് ഓഫ് ദ ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് വിജയികളെ എന്താ പറയുക, തീരുമാനിക്കാനുള്ള കളിയായ മൊറോക്കോയോടുള്ള കളിയാണ് മിസ്സാകുന്നതെന്നുള്ളത് ഓർക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൻസലോട്ടി എന്ന് പറയുന്ന ഒരാൾ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമായിരുന്നെങ്കിൽ ഐ തിങ്ക് ഹി വുഡ് ഹാവ് ഒമിറ്റഡ് നെയ്മർ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. പക്ഷേ ദിസ് ഈസ് ഫോർ വൈബ്സ്, ദിസ് ഈസ് ഫോർ എന്താ പറയുക, നെയ്മറിൻ്റെ ഒരു ലാസ്റ്റ് ഡാൻസ്. ഇപ്പം മെസ്സി റൊണാൾഡോ എന്ന് പറയുന്ന പേരിൻ്റെ കൂടെ ആൾക്കാർ വായിക്കുന്ന പേര് തന്നെയാണ് നെയ്മർ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് നെയ്മർ അവർ രണ്ടുപേരുടെ പേരിൻ്റെ ഒപ്പം വായിക്കണമെന്ന് ഞാൻ പേഴ്സണലി തിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഫാൻ ബേസ് ഓൾ ഓവർ ദ ഗ്ലോബ് ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ വേൾഡ് കപ്പ് അയാളുടെ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഐ ആം ഹാപ്പി ടു ഹാവ് ഇൻ ദ ടീം ഇൻ ദാറ്റ് സെൻസ്. പക്ഷേ ഒൺലി ഹോപ്പ് ഐ ഹാവ് ഓൺ ബ്രസീൽ ഈസ് കാർലോ ആൻസലോട്ടി എന്നുള്ള പേര് മാത്രമാണ് എനിക്ക് ആസ് എ ബ്രസീൽ ഫാൻ എന്തെങ്കിലും പ്രതീക്ഷ തരുന്നത്. ബിക്കോസ് ബ്രസീലിന് ഒരുപാട് സീരിയസ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നെയ്മറിൻ്റെ കാര്യം മാറ്റി നിർത്തി, നെയ്മർ ഫിറ്റായിട്ട് കളിക്കുന്ന ഞാൻ അബ്സല്യൂട്ട്ലി ഹാപ്പി. അതർവൈസ് നെയ്മർ ഈ വേൾഡ് കപ്പിൽ ഒരു മിനിറ്റ്സ് നേരെ കളിച്ചില്ലേ, മിനിറ്റ്സ് മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും സത്യം പറഞ്ഞാൽ നെയ്മറിൻ്റെ. ആ മിനിറ്റ്സ് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റൊണാൾഡോയ്ക്ക് കളിക്കുന്ന അത്ര മിനിറ്റ്സ് പോലും നെയ്മറിന് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് അങ്ങനെ ഒരു സ്ലോട്ട് ഒരാളെ കയറ്റുമ്പോൾ എത്രത്തോളം നിങ്ങൾ എന്താ പറയുക ട്രേഡ് ഓഫ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ ഒരു വിഷയമുള്ള കാര്യം എന്ന് പറയുന്നത്, അറ്റാക്കിംഗ് വൈസ് ഇപ്പം ജാവോ പെട്രോനെ എടുത്തില്ല എന്നൊക്കെ പറയാം, ദാറ്റ്സ് ട്രൂ. പക്ഷേ അറ്റാക്കിംഗ് വൈസ് അല്ല എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ. മിഡ്ഫീൽഡ് വൈസ് നിങ്ങൾ ആലോചിക്കുക, അടുത്ത ഒരു വേൾഡ് കപ്പിൽ, ഈ വേൾഡ് കപ്പിന് ഈ പ്രതീക്ഷയില്ല, പക്ഷേ അടുത്ത വേൾഡ് കപ്പിൽ നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റിയ ഹോൾഡിംഗ് മിഡ്സാരാണ്. അതും നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൗദി കളിക്കുന്ന ഫബീനിയോനെ, അതായത് 30-36 വയസ്സുള്ള ഫബീനിയോ, അതുപോലെ തന്നെ 34 വയസ്സുള്ള കസമീറോനൊക്കെയാണ് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോഴും കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബ്രസീലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊന്നും എനിക്ക് തീരെ അറിയില്ല. പിന്നെ ബ്രസീൽ എന്ന് പറയുന്നത് വിങ് ബാക്സുകളാൽ സമ്പന്നമായൊരു ഇതായിരുന്നു. മൈക്കൺ, കഫു, അതുപോലെ തന്നെ ഡാനി ആൽവസ് കഴിഞ്ഞ സീസൺ വരെ കളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ. പിന്നെ അലക്സാൻഡ്രോ, ഡനീലോ ഒക്കെ അവരുടെ എന്താ പറയുക പ്രൈം ഏജിലൊക്കെ ഇറ്റ് വാസ് ദേവർ ഗുഡ്. അപ്പം ഇത്രമാത്രം ഉണ്ടായിരുന്ന ഒരു വിങ് ബാക്ക് സെക്ഷൻ, ആ സെക്ഷൻ എന്ത് പറ്റി? ആ സെക്ഷൻ നോ മോർ പ്രൊഡ്യൂസിങ് വേൾഡ് ക്ലാസ് വിങ് ബാക്സ്. അപ്പോൾ അതൊക്കെയാണ് ആക്ച്വലി ഭയങ്കര രീതിയിൽ ബ്രസീൽ വലയാൻ പോകുന്നത്. ബിക്കോസ് CB പാർട്ണർഷിപ്പ് ഈസ് നോട്ട് ബാഡ്. മർക്കീനിയോസ് ഗബ്രിയൽ ആയിരിക്കും മിക്കവാറും, ബ്രമർ, ഇബാനേസ് ഒക്കെ ഉണ്ട് CB ആയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എയ്തർ വൺ ഓഫ് ഒരു RB LB പാഴ്സണലിൽ കളിക്കുന്ന പോലെ ഒരു CBനെ കൺവേർട്ട് ചെയ്ത് RB LB ആക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും ബുദ്ധിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വെസ്ലിയൊക്കെ കളിക്കും തന്നെയാണ് റിപ്പോർട്ട്സ് ഉള്ളത്. അബ്സല്യൂട്ട്ലി എനിക്ക് ഡാനിലോ ആൻഡ് അലക്സാൻഡ്രോ 35 ഇയേഴ്സ് ഓൾമോസ്റ്റ് ആയവർക്ക് പേസി ഫോർവേഡ്, പേസി വിങ്ങേഴ്സിനൊക്കെ എത്രമാത്രം ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ദാറ്റ് ഈസ് ക്ലിയർലി എ വിസിബിൾ പ്രോബ്ലം ഓവർ ദർ. ഞാൻ ഭയങ്കര രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ കാര്യത്തിൽ. മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കസമീറോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, ഫബീനോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. കസമീറോ, ബ്രൂണോ ഗിമറസ്, പിന്നെ ലൂക്കസ് പക്വേറ്റ, അല്ലെങ്കിൽ ആ നമ്പർ 10 നെയ്മർ കളിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഐ വുഡ് പ്രിഫർ മാത്യൂസ് കുഞ്ഞ ഓൾസോ നമ്പർ 10. പിന്നെ ഫ്രണ്ട് ലൈനിൽ എന്തായാലും വിനീഷ്യസ് ജൂനിയറും റഫീനിയും രണ്ട് സൈഡ്സിലുണ്ടാവും. സ്ട്രൈക്കർ ആര് കളിക്കുമെന്നാണ് ചോദ്യം വരുന്നത്. ഇഗോർ തിയാഗോ ആണോ, അല്ലെങ്കിൽ എന്താ പറയുക പല ഓപ്ഷൻസ്
ഫ്രണ്ടിലുണ്ട്. എൻട്രിക്ക് വരുന്നുണ്ട്. എൻട്രിക്കിൻ്റെ ബ്രസീലിയൻ റെക്കോർഡ് മോശമല്ല. പിന്നെ ലിയോണിൽ എൻട്രിക്ക് മോശമില്ലാത്ത രീതിയിൽ കളിച്ചു. പിന്നെ ഞാൻ ഈ ഒരു വേൾഡ് കപ്പ് ആസ് എ ബ്രസീൽ ഫാൻസ് പെർസ്പെക്റ്റീവ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ വേൾഡ് കപ്പ് അടിക്കാനുള്ള സ്ക്വാഡൊന്നും ഇല്ലെങ്കിലും ബ്രസീലിനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ റയൽ മാഡ്രിഡിനെ UCL കാര്യത്തിൽ പറയുന്ന പോലെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ജേഴ്സിയൊക്കെ അണിയുമ്പോൾ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് തവണ വലിയ പ്രതീക്ഷയില്ലെങ്കിലും അടുത്ത സീസണിലേക്ക് അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് യങ്സ്റ്റേഴ്സിന് വേൾഡ് കപ്പ് എക്സ്പോഷർ കിട്ടുന്നത് നല്ല കാര്യമാണ്. അതിൻ്റെ കാര്യത്തിൽ എനിക്കാകെ ഫ്രണ്ട് ലൈനിൽ എൻട്രിക്കിൻ്റെ കാര്യത്തിൽ ഹാപ്പിനെസ് ഉണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഡനീലോ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്. ഇസ് നോട്ട് ബാഡ്, ഈസ് ഡീസൻറ്റ്. പിന്നെ റൈറ്റ് വിങ്ങിൽ റയാൻ എന്ന് പറഞ്ഞിട്ട് ബോൺമത്തിൽ അടിപൊളിയായിട്ട് കളിച്ച പ്ലെയർ ഉണ്ട്. ഐ എം ഓൾസോ എക്സൈറ്റഡ് ടു സീ ഹൗ ഹി കംസ് അപ്പ്. എന്തായാലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു സൂപ്പർ സബ്ബായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. അപ്പം ബ്രസീലിനെ പറ്റി പറയാൻ പിന്നെ വേൾഡ് ക്ലാസ് ഗോൾ കീപ്പറായ അലീസൺ ഉണ്ട്. ഒരു CB ആൻഡ് എന്താ പറയുക, ഗോളി എവറിത്തിങ് ഈസ് ലുക്കിംഗ് ഗുഡ്. പക്ഷേ ഈ വിങ് ബാക്കുകൾ പ്രശ്നമാണ്. മാത്രമല്ല ഈ ഹോൾഡിംഗ് മിഡ്സ്, അതിൽ മെയിൻലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇഫ് കസമീറോ ക്ലിക്സ് ബ്രസീൽ ക്ലിക്ക് എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ അറിയാമല്ലോ 2010, 2014, 2006 ഇതിലെല്ലാം 2018, 19 മാക്സിമം ക്വാർട്ടർ, 2022 മാക്സിമം ക്വാർട്ടർ വരെ എത്താനേ ബ്രസീലിന് സാധിച്ചിട്ടുള്ളൂ. അപ്പം ബ്രസീലിൻ്റെ ഇഷ്യൂസ് അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബ്രസീലിനെ അലട്ടുന്ന വേറെ കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോഡ്രിഗോ, എഡർ മിലിറ്റാവോ, എസ്തവാ വില്യൻ ഇവരൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സാണ്. ഇവരെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാര്യം എഡർ മിലിറ്റാവിനൊക്കെ പോസിബിളി റൈറ്റ് ബാക്ക് കളിക്കാവുന്ന ഇതാണ്. ഇപ്പം എനിക്കൊന്ന് ഇബാനേസൊക്കെ കളിക്കുമെന്ന് തോന്നുന്നു വിങ് ബാക്ക് റോൾസൊക്കെ. ഇപ്പോൾ റൈറ്റ് ബാക്കൊക്കെ കളിക്കാൻ പൊട്ടൻഷ്യലി ഒരു ചാൻസ് ഉണ്ടായിരുന്നതും അൻസെലോട്ടിയായിട്ട് വർക്ക് ചെയ്തും പരിചയമുള്ള എഡർ മിലിറ്റാവിനൊക്കെ ഇഞ്ചുറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രസീലിനെ മോശമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആൾക്കാരൊക്കെ എഴുതി തള്ളുന്ന പോലെ ഗ്രൂപ്പിൽ ലാസ്റ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഐ മീൻ ഗ്രൂപ്പിൽ ടോപ്പ് ചെയ്യുമെന്ന് തന്നെ ഞാൻ ഇപ്പോഴും ബ്രസീലിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. മൊറോക്കോ ആയിട്ടുള്ള കളി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് ബ്രസീൽ ഹാവ് ദാറ്റ് ഫയർ പവർ. ഗോൾ കൺസീഡ് ചെയ്താലും തിരിച്ചടിക്കാനുള്ളൊരു ഫയർ പവർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ എം ടോപ്പിംഗ് ബ്രസീൽ ഇൻ ദിസ് ഗ്രൂപ്പ് ടെക്നിക്കലി. അവിടെ നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം മെൻഷൻ ചെയ്ത പോലെ തന്നെ മൊറോക്കോ തന്നെയാണ് അവരുടെ ഈ ഗ്രൂപ്പിലെ മെയിൻ ശത്രുക്കൾ. അവരുടെ ടേബിൾ ടോപ്പ് സ്ഥാനം പിടിച്ചെടുക്കാൻ കഴിവുള്ളത് മൊറോക്കോയ്ക്ക് തന്നെയാണ്. അവർ മുഹമ്മദ് ഒവാബിയുടെ കീഴിലാണ് ഇത്തവണ കളിക്കുന്നത്. പുള്ളി എന്ന് പറയുന്നത് അണ്ടർ 2025 ഫിഫ വേൾഡ് കപ്പ് മൊറോക്കോയ്ക്ക് നേടിക്കൊടുത്തൊരു മാനേജറാണ്. സോ ഹി ഹാസ് എ ബിറ്റ് ഓഫ് പെഡിഗ്രി ഇൻ വേൾഡ് കപ്പ് സ്റ്റേജസ്, അണ്ടർ 20 ആണെങ്കിൽ പോലും. പിന്നെ മൊറോക്കോനെ സംബന്ധിച്ചിടത്തോളം 2022 ചരിത്രം സൃഷ്ടിച്ചൊരു ടീമാണ്. ആദ്യത്തെ ഒരു ആഫ്രിക്കൻ ടീമാണ് സെമിഫൈനലിൽ കയറുന്നത്. മാത്രമല്ല 2026 ആഫ്കോണിൽ വളരെ റീസെൻ്റായിട്ട് തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അവർ ഹോസ്റ്റ് ചെയ്തൊരു ആഫ്കോണാണ്. 50 കൊല്ലത്തിന് ശേഷം അവർ എടുക്കുകയില്ല എന്നുള്ള ഇതായിരുന്നു. സെമിഫൈനലിൽ ഒരുപാട് ബിസാർ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടതാണ്. അതിനുശേഷം സെനഗലുകാർ ഇറങ്ങി പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു, എന്നിട്ട് സെനഗൽ ജയിക്കുന്നു, എന്നിട്ട് അവർ സെനഗൽ കപ്പ് വെക്കുന്നു. കപ്പ് വെക്കി കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് കമ്മിറ്റിയുടെ ഒരു റിവ്യൂ വരുന്നു, ചാമ്പ്യന്മാർ മൊറോക്കോ തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് മൊറോക്കോയിൽ നിന്ന് സെനഗലിൽ നിന്ന് വീണ്ടും ഒരു അപ്പീൽ പോയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആരാണ് ശരിക്കുള്ള ആഫ്കോൺ ചാമ്പ്യൻസ് ഒന്നും ആർക്കും അറിയത്തില്ല, ആണ് സത്യം. അപ്പോൾ എന്തായാലും മൊറോക്കോ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കയിലെ തന്നെ ഒരു ഹെയ്റ്റഡ് ആയിട്ടുള്ളൊരു ഫുട്ബോളിങ് നേഷനാണ്. ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം എന്തൊക്കെയോ പൊതുവേ എന്താ പറയുക, സെനഗൽ സേവ്ഡ് ഫുട്ബോൾ, മറ്റേ ആഴ്സണലിൻ്റെ PSG സേവ്ഡ് ഫുട്ബോൾ കേൾക്കുന്ന പോലെ തന്നെയാണ് സെനഗൽ സേവ്ഡ് ഫുട്ബോൾ എന്നാണ് അന്ന് കൂടുതൽ കേട്ടിരുന്നത്. അപ്പം ദേ ആർ മോസ്റ്റ്ലി ഹേറ്റഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ആഫ്രിക്കൻ നേഷൻസ് ഫോർ സം റീസൺ. അപ്പം അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പേര് പറയാൻ പറ്റില്ല, ഹക്കീമി തന്നെയാണ് അവരുടെ മെയിൻ പ്ലെയറും ക്യാപ്റ്റൻ എനിക്ക് തോന്നുന്നു. മെയിൻ പേരുകളല്ലാതെ സോഫിയൻ ബുഫാൽ അതുപോലെ തന്നെ ഹക്കീം സയച്ച് ഒന്നും ഇല്ലാത്തൊരു ടീം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ബ്രഹീം ഡിയാസ് അതുപോലെ തന്നെ സോഫിയൻ അബ്രബാത്ത്, അവരുടെ ഗോളി യാസിൻ ബോനോ ഭയങ്കര അടിപൊളി ഗോളിയാണ്. പിന്നെ ക്ലച്ച് മാൻ എൻ-നെസിറി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് എൻ-നെസിറി. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. അതുമാത്രമല്ല ഭയങ്കര യങ് ആയിട്ടുള്ള PSVയിലെ സൈബരി, പിന്നെ ഉനാഹി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് നമ്മുടെ ജിറോനയിൽ, ഹീസ് ഓൾസോ ഗുഡ്. അപ്പം ഒരുപാട് പ്ലെയേഴ്സ് നന്നായിട്ട് കയറി വരുന്ന ഒരു എന്താ പറയുക ഒരു ടീം തന്നെയാണ്. നൈഫ് അഗ്വേഡ് ഓഫ് മാർസൈ, നുസർ മസ്റായി ഓഫ് യുണൈറ്റഡ്, ഇവരെല്ലാവരും ഒത്തുകൂടി ഒരു മോശമല്ലാത്തൊരു റണ്ണ് മൊറോക്കോയ്ക്ക് ഇത്തവണ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് ഐ തിങ്ക് ദാറ്റ് ദേ വിൽ ബി ഫിനിഷിംഗ് സെക്കൻഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. ബട്ട് ദർ ആർ അതർ 2 ടീംസ് ഓൾസോ ടു ചെക്ക് ഫോർവേഡ് ടു. അവിടെ നമ്മൾ നേരെ പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ്. സ്കോട്ട്ലൻഡ് 1998 ശേഷം ആദ്യമായിട്ട് എന്താ പറയുക ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അന്നും മൊറോക്കോയും ബ്രസീലും തന്നെയായിരുന്നു അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. പക്ഷേ അവരുടെ വരവെന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത വരവാണ്. ഡെൻമാർക്ക് പോലുള്ളൊരു രാജ്യത്തിൻ്റെ ഒരു വേൾഡ് കപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവർ ഗ്രൂപ്പ് ടോപ്പ് ചെയ്ത് തന്നെയാണ് ഡെൻമാർക്കിന് നേരെ പ്ലേ ഓഫിലോട്ട് വെട്ടി അവിടുന്ന് ചെക്ക് ചെയ്ത് അവരെ പുറത്തോട്ട് തട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ കയറി വന്നതാണ്. ഓഫ് കോഴ്സ് മെയിൻ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട് മക്ടോമിനെ, ലോർഡ് മക്ടോമിനെ, കഴിഞ്ഞ കൊല്ലത്തെ സീരിയ MVP മക്ടോമിനെ ഉണ്ട്. അതുപോലെ തന്നെ ജോൺ മഗിൻ, കിരൺ ടിയർണി, ആൻഡി റോബർട്ട്സൺ ഹു ഇസ് ദർ ക്യാപ്റ്റൻ, അവരുടെ സ്റ്റീവ് ക്ലാർക്കാണ് അവരുടെ കോച്ച്. അതുപോലെ ഒരുപാട് സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അവിടെ ഇവിടെ നമുക്ക് പ്രീമിയർ ലീഗ് കളിക്കുന്നവരൊക്കെ ഉണ്ട്.
പക്ഷേ അവരുടെ മെയിൻ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് ഒരു ഒരു ബിഗ് സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഇല്ല. ആഡംസ്, ഹേസ്റ്റ്, അതുപോലെ തന്നെ ഡൈക്സ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അവർക്ക് എന്താ പറയുക, ഒരു ബിഗർ തിങ്ങിനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളത് അവർക്കൊരു തലവേദന ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒട്ടും നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ടീമാണ്. ഐ ആം ഇൻഫാക്ട് വറീഡ് അബൌട്ട് എന്താ പറയുക, അഫ്രൈഡ് അബൌട്ട് സ്കോട്ട്ലൻഡ് പ്ലേയിങ് അഗൈൻസ്റ്റ് ബ്രസീൽ ആൻഡ് മൊറോക്കോ. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു തന്നെ അറിയണം ഹൗ വെൽ ദേ വിൽ ബി പെർഫോമിങ്. പക്ഷേ അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഗോൾ സ്കോറിംഗ് ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ ദ ബാക്ക് ലൈൻ ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ടീം പാഷൻ, ടീം കമ്പാഷൻ. അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് സ്കോട്ട്ലൻഡ് വിൽ ബി എ ടഫ് ഒപ്പോണൻറ്റ് ഫോർ അതർ ടീംസ് ടു ഫേസ്. സ്കോട്ട്ലൻഡ് കിട്ടിയ വലിയൊരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലി ഗിൽമോർ എന്ന് പറഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ വൈസ് ക്യാപ്റ്റൻ പുള്ളിക്ക് ഇഞ്ചുറി പറ്റിപ്പോയി. അപ്പം അതിനുശേഷം ഫ്ലെച്ചറിൻ്റെ മോനാണ് വന്നത്. സോ അത് വലിയൊരു തിരിച്ചടിയാണ് സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് കണ്ടറിയാം സ്കോട്ട്ലൻഡ് എവിടെയാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നതെന്ന്. ഫ്രം ദെയർ വി ആർ ഗോയിങ് ടു അനദർ ടീം വിച്ച് ഇസ് ഹെയ്ത്തിയുടെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1974 ശേഷമുള്ളൊരു വരവാണ് വേൾഡ് കപ്പിലേക്ക്. ഭയങ്കര രീതിയിൽ മോശം പൊളിറ്റിക്കൽ സാഹചര്യത്തിലൂടെ പോകുന്നതിനിടയിലും ദേ മാനേജ് ടു സ്നീക്ക് ത്രൂ ദ വേൾഡ് കപ്പ് എന്ന് പറയുന്ന കമൻറ്റബിൾ ജോബ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെബാസ്റ്റ്യൻ മീനയാണ് അവരുടെ മാനേജർ അല്ലെങ്കിൽ കോച്ച്. ജോണി പ്ലാസിഡ് എന്ന് പറയുന്നതാണ് അവരുടെ ഗോളിയും അവരുടെ ക്യാപ്റ്റനും. ഇതിൽ മെയിനായിട്ട് പറയേണ്ട പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽസൺ ഇസിദോർ. പുള്ളി സണ്ടർലൻഡിലൂടെ ഈ ക്യാമ്പയിൻ വളരെ അടിപൊളിയായിട്ട് കളിച്ച ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ വൂൾസിൻ്റെ ബെല്ലഗാർഡ് എന്ന് പറയുന്ന പ്ലെയർ. ഇവർ രണ്ടുപേരും ഞാൻ വാച്ച് ചെയ്തിട്ടുള്ളതാണ്. ദേ ആർ വെരി ഗുഡ്. മാത്രമല്ല ഇതിൽ എടുത്തു വരേണ്ട ഒരു പേരെന്ന് പറയുന്നത് ഡക്കൻ സ്നാസോണ്ടാണ്. പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിൽ 2016-17 കളിച്ച് അതിനുശേഷം വൂൾസിലൊക്കെ പോയി. അങ്ങനെ പുള്ളി അവിടുന്ന് മെല്ലെ പോയി ഇപ്പം അതും വെറുതെ ഉള്ളൊരു പ്ലെയർ ആയിട്ടല്ല, സ്ക്വാഡ് പ്ലെയർ മാത്രമായിട്ടല്ല. അവരുടെ വലിയൊരു ഗോൾ മെഷീനാണ്. അവരുടെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു പ്ലെയറാണ് നാസോൺ. സോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കേരളത്തിൽ കളിച്ചിരുന്ന ഒരു പ്ലെയർ ഇപ്പോൾ വലിയൊരു സ്റ്റേജിൽ വലിയൊരു ടീമിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ കൗതുകരവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പറയുമ്പോഴും മലയാളിയായിട്ടുള്ളൊരു പുള്ളി 19 years ആയിട്ടുള്ള ഒരു പയ്യൻ, ടാസിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഖത്തറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഹെയ്തിയുടെ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലിമ്മാണ്. ഐ തിങ്ക് ദേ വിൽ ബി ഫിനിഷിംഗ് ദ ലാസ്റ്റ് ഇൻ ദ ഗ്രൂപ്പ്. പക്ഷേ ഓഫ് കോഴ്സ് ഹെയ്തി പോലൊരു നേഷൻ 1974 ശേഷം ഒരു വേൾഡ് കപ്പ് കളിക്കുന്നു. കൺഗ്രാറ്റ്സ് ടു ദം ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ സത്യം പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഞാൻ കളിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് നിങ്ങളെപ്പോലെ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ബ്രസീൽ, മൊറോക്കോ വിൽ ബി ഗോയിങ് ത്രൂ. പിന്നെ സ്കോട്ട്ലൻഡിന് ഹെയ്ത്തിനെ തോൽപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദേ വിൽ ബി ഓൾസോ ഹാവിങ് 3 points. ആൻഡ് എവിടെന്നെങ്കിലും ഒരു സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഓൾസോ മൂവ് ടു ദ റൗണ്ട് ഓഫ് 32. അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ